അലിമകടയാണ്. നമ്മളെ വലമ്പൂർ ഇതിൻ്റെ മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. ഇതിനകത്ത് ഏകദേശം 4 പ്ലോട്ടോളം സോൾഡ് ഔട്ടായി. ആ പ്ലോട്ടൊന്ന് കാണിച്ച്, ഇപ്പോൾ പണി നടക്കുന്ന പ്ലോട്ട് ഇതാ, അതിപ്പോൾ സോൾഡ് ഔട്ട് ആയതാണ് കേട്ടോ. അതിപ്പോൾ അതിൽ വേറെ ടീം എടുത്ത് ഓരോ പണികൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലും അപ്പുറത്തെ സൈഡും, നമ്മളെ കാറ് നിർത്തിയിട്ടിൻ്റെ നേരെ അപ്പുറത്തെ സൈഡ്, നേരെ അപ്പുറത്തെ സൈഡിലും നമ്മളിപ്പോൾ ഒരു പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡും മൊത്തത്തിൽ 4 പ്ലോട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് സോൾഡ് ഔട്ട് ആയിട്ടുള്ളത്. അപ്പോൾ സ്ഥലം ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാമെന്നുള്ളൂ. കാരണം വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ ഇതിനകത്ത് ഈ പ്ലോട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ കുമാർജി? അതെ അതെ അതെ. അപ്പോൾ അതൊന്ന് മൊത്തത്തിലൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ കാണിച്ചു കേട്ടോ. നിരന്ന സ്ഥലമാണ്. കാരണം ആർക്കും എപ്പോഴും നല്ല നല്ല വീടുകൾ, ചെറുതും വലുതുമായ വീടുകൾ കയറ്റാൻ പറ്റുന്ന നിരന്ന സ്ഥലം. ഒന്നും നമുക്ക് വലിയ കുന്നുകൾ ഇടിച്ചു നിരത്താനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ ഇവിടെ? ഇല്ല, വെള്ളം ഇഷ്ടം പോലെയാണ്. തൊട്ട ആ സൈഡ് ഭാഗത്തേക്ക് പാടാണ്. പിന്നെ ആ സൈഡിൽ അവിടെ ഒരു കിണറുണ്ട്. ഓക്കെ, മൊത്തത്തിൽ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ വീട് കയറ്റാൻ പറ്റിയ സാധാരണക്കാരന്. ടോട്ടൽ ഇതുള്ളത് എത്ര? 3 ഏക്കറയും 85 സെൻറ്റ്. 385 ഉള്ളത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി ഒന്ന് വിശദമായി കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആ സ്ഥലം ആളുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ എത്രമാത്രം ഉണ്ടെന്നും എങ്ങനെ ഉണ്ടെന്നും അത് മനസ്സിലാക്കണം. പിന്നെ അത്യാവശ്യം കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണക്കാരന് വീട് കയറ്റുന്നതിന് അത്യാവശ്യം തേങ്ങ ആവശ്യത്തിനുള്ള തെങ്ങൊക്കെ ഉണ്ട്. എല്ലാതും പിന്നെ നല്ല കാഴ്ചണ തെങ്ങൊന്നുമല്ല. ഇനിയിപ്പോൾ പുതിയ തെങ്ങ് തയ്യാൾ വെക്കണമെങ്കിൽ ഇത് വെക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല വീട് വെക്കാനൊക്കെ സൗകര്യമുള്ള നിരന്ന പ്ലോട്ടാണ്. കാരണം പ്രത്യേകിച്ചും പറയാനുള്ളതെന്ന് വെച്ചാൽ, സാധാരണ ഒരു സ്ഥലം എടുക്കുമ്പോൾ അത് നിരത്താനും ഇതിനൊക്കെ പൈസ ചിലവാക്കും. ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നേരെ വരിക, ജസ്റ്റ് ഒരു മണിക്കൂർ JCB കൊണ്ടുവരാം, പിന്നെ ഇറ്റാച്ചി കൊണ്ടുവരാം. JCB വേണ്ട, ഇറ്റാച്ചി കൊടുക്കുന്നത്. ഇറ്റാച്ചി കൊടുത്തിട്ട് നിങ്ങൾക്ക് നേരെ തറക്ക് മാന്തിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് അതിലിടാം. ഇപ്പോൾ മറ്റേ സ്ഥലം പിന്നെ ആ സൈഡിലേക്കൊന്ന് തിരിച്ചു കാണിച്ചേ. ആ തൊട്ടടുത്തുള്ള വീടുകൾ, ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ ഭാഗത്തുള്ള വീടുകൾ ഇതാ ഉണ്ട്. അവിടെയൊക്കെ വീടുണ്ട്. നേരെ അപ്പുറത്ത് പള്ളിയുണ്ട്. ഇപ്പുറത്തേക്കാണെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സ്കൂളും മദ്രസകൾക്കൊക്കെ പോകാൻ എല്ലാം കൊണ്ടും. പിന്നെ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അതിന് തൊട്ടടുത്തുള്ള ടൗണും കൂടി നിങ്ങൾക്ക്, അങ്ങാടി കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതിലേക്ക് വരുന്ന ഭാഗങ്ങളും ഇതിൻ്റെ അങ്ങാടി ഭാഗങ്ങളും നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു സൗഹാർദ്ദമുള്ളൊരു ഏരിയയാണ്. കാരണം ജാതികളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. തൊട്ടടുത്ത് ഇവിടുത്തെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ എൻട്രി തന്നെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്. പിന്നെ അത്ര നല്ലൊരു ഏരിയയാണ് അല്ലേ. മുൻഭാഗത്തേക്കും വീടുകളുണ്ട്, ബാക്കിലും വീടുകൾ, തൊട്ടടുത്ത് പാടങ്ങൾ, എല്ലാം നല്ല ഒരു ഒത്തിണങ്ങിയ ഒരു ഗ്രാമം. അതെ, ഒന്നിനൊന്ന് മെച്ചെന്ന് പറയില്ലേ. അപ്പോൾ പിന്നെ വിലയും തന്നെ വളരെ വളരെ കുറവാണ്. സെൻറ്റിന് പാർട്ടി ചോദിക്കുന്നത് 1,60,000 രൂപയാണ്. നെഗോഷ്യബിളാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 97 45 60 46 55. ഒന്നുകൂടി 97 45 60 46 55. കുമാർജിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 90 48 25 65 23 കേട്ടോ. നല്ലൊരു സ്നേഹമുറങ്ങുന്ന ഗ്രാമമാണ്. നല്ല വയലുകളും അതുപോലെ അമ്പലങ്ങളും പള്ളികളും ഒക്കെയുള്ളൊരു സ്നേഹമുറങ്ങുന്ന ഗ്രാമം. അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ ഇത് കുമാർജിനെ കാണാത്തൊരു പണിയാണ്. നമസ്കാരം. നല്ലൊരു ഗ്രാമം, ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഗ്രാമം, ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഒരു പ്രശ്നങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു അങ്ങനെ ഒരു ഗ്രാമം. തൊട്ടടുത്ത് വീടും കാര്യങ്ങളൊക്കെ, വീടുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരനെ ബന്ധപ്പെടും കേട്ടോ. അല്ലേ. പ്ലോട്ടിക്ക് വരുന്ന റോഡാണ് കേട്ടത്. ആ പ്ലോട്ടിക്ക് വരുന്ന റോഡാണ്. 2 സൈഡിൽ നിന്നും റോഡുണ്ട് കേട്ടോ. ഇങ്ങനെയും റോഡ് വരുന്നുണ്ട്. ഇതെങ്ങനെ റോഡ് ഇതിലേക്ക് 4 ഭാഗത്തു കൂടിയും റോഡുണ്ട് കേട്ടോ. ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്, ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്, ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. അത്യാവശ്യം വീടുകൾ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ വീടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ. എല്ലാം കൊണ്ടും അടിപൊളി പ്ലോട്ട്. പ്ലോട്ടിലേക്ക് പോകുന്ന റോഡ് കേട്ടോ. അതാ നേരെ കണ്ട് തിരിഞ്ഞ് നോക്കിയതൊക്കെ പള്ളി മദ്രസൂടിയാണിത് കേട്ടോ. ഇത് ടാർ ചെയ്ത റോഡിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാത്രം ഉണ്ടോ. പള്ളി മദ്രസൂടിയാണ്. ഇനി ഇവിടെ തന്നെ കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ അടിപൊളി പ്ലോട്ട്. തൊട്ടടുത്ത് അമ്പലം. അമ്പലം നേരെ വരുമ്പോൾ പള്ളി കണ്ടോ. ഇത് പള്ളി. അപ്പോൾ അത്ര അടുത്ത് അമ്പലവും പള്ളി അടക്കം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മതസൗഹാർദ്ദം. അത്രയും അടുത്ത് പള്ളിയും അമ്പലവും ഒക്കെ ഉള്ള പ്ലോട്ട്. അപ്പോൾ എല്ലാ വിഭാഗക്കാർക്കും പറ്റുന്ന അടിപൊളി പ്ലോട്ടാണ് കേട്ടോ.
ഇത് അങ്ങാടിപ്പുറം വലമ്പൂർ റോഡ് കേട്ടോ. ഇത് അങ്ങാടിപ്പുറം പാലത്തിൽ നിന്ന് വരുന്ന റോഡ്. ഇവിടുന്ന് നേരെ ഇങ്ങനെ തിരിയുമ്പോഴാണ് നമ്മുടെ പിന്നെ പ്ലോട്ടുകളിലേക്കുള്ള റോഡ് കേട്ടോ. കണ്ടോ, അതൊന്ന് ക്ലിയറായി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഇതാ ഇതിനെങ്ങനെയാണ് ചാരിയാണ് പോയി കഴിഞ്ഞാലാണ് പ്ലോട്ടുകളിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ മെയിൻ പ്ലോട്ടിലേക്ക്, വലിയ പ്ലോട്ടിലേക്ക് 800 മീറ്ററും മറ്റേ ചെറിയ പ്ലോട്ടിലേക്ക് പിന്നെ 5 സെൻറ്റിലേക്ക് ഏകദേശം ഒരു 150 മീറ്റർ കേട്ടോ. അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി. താങ്ക് യു സോ മച്ച്.